സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനം പുനഃപരിശോധിക്കില്ല എന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത വിശ്വസനീയമാം വിധത്തിൽ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നത് വരെ തീരുമാനം മാറ്റില്ലെന്ന് ജയശങ്കർ അറിയിച്ചു. ആ പ്രതികരണത്തിലേക്ക്. The only talks with Pakistan will be on terror. That Pakistan has a list of terrorists who need to be handed over. They have to shut down the terrorist infrastructure. They know what to do. We are prepared to discuss with them what is to be done on terrorism. Those are the talks which are feasible. Water issues have been raised. Again, you all know, and I re-emphasize, the Cabinet Committee on Security and the government, obviously, was very clear that the Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണയ്ക്ക് കാരണമായത് അമേരിക്കൻ ഇടപെടലല്ല എന്നതാ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു മന്ത്രി. അക്കാര്യത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഈ വെടിനിർത്തൽ ആവശ്യമായിരുന്നത് ആർക്കാണ് എന്നെല്ലാവർക്കും അറിയാം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, അതിൽ അമേരിക്കൻ പ്രസിഡന്റിനെ തന്നെ തള്ളുകയാണല്ലോ. മറ്റൊന്ന്, ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് ഏതാണ്ടൊരു അപേക്ഷാസ്വരത്തിൽ ഒരു കത്ത് ഇന്നലെ ഇന്ത്യക്ക് കൈമാറിയിരുന്നു പാകിസ്ഥാൻ. അത് പുനഃപരിശോധിക്കില്ല, ക്യാപ്റ്റൻ അബേൻസ് എന്ന മുൻ നിലപാടിൽ മാറ്റമില്ല എന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. അങ്ങോട്ടും ഏതെങ്കിലും തരത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം അക്കാര്യത്തിൽ ഉണ്ടാകില്ല. അത് ആ നിലപാട് തുടരും എന്നത് എല്ലാവരെയും അറിയിക്കുകയാണല്ലോ, അമേരിക്കൻ പ്രസിഡന്റിനെ കൂടി അറിയിക്കുകയാണല്ലോ, അല്ലേ? വിജയകുമാർ, പല കാര്യങ്ങളിലും കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തുകയാണ് വിദേശകാര്യമന്ത്രി. ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പിറ്റേ ദിവസം ഏപ്രിൽ 23-നാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര ക്യാബിനറ്റ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനമെടുത്തത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ജലവകുപ്പ് മന്ത്രാലയം ഇന്ത്യയിലെ ജലവകുപ്പ് മന്ത്രാലയത്തിന് ഒരു കത്തയച്ചത്. അതൊരു അപേക്ഷാ സ്വരത്തിലുള്ള ഒരു കത്ത് കൂടിയായിരുന്നു. അത് ചർച്ച ചെയ്യണം, ഈ മരവിപ്പിച്ച തീരുമാനം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. പക്ഷേ അത് പുനഃപരിശോധിക്കേണ്ടതില്ല, അങ്ങനെ തന്നെ പാകിസ്ഥാൻ വിശ്വസിക്കാനാവുന്ന വിധം ഭീകരതയെ അവസാനിക്കുന്ന ഘട്ടം വരെ, അവസാനിപ്പിക്കാത്ത ഘട്ടം വരെ ഇത് ഇങ്ങനെ തന്നെ തുടരും എന്ന് വ്യക്തമാക്കുകയാണ് വിദേശകാര്യമന്ത്രി. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ നടന്നു. ഭീകര ക്യാമ്പുകളായിരുന്നു തങ്ങൾ ലക്ഷ്യമിട്ടത്, അത് തകർത്തു. പാകിസ്ഥാൻ സൈന്യത്തിന് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു, പക്ഷേ അവർ ആ ഓപ്ഷൻ അല്ല സ്വീകരിച്ചത്. മെയ് 10-ന് പാകിസ്ഥാന്റെ പല സ്ഥലങ്ങളും തങ്ങൾ തിരിച്ചടിച്ചു. പാകിസ്ഥാന് കാര്യമായ നാശനഷ്ടമുണ്ടായി. ആർക്കാണ് ഒരു സീസ് ഫയർ, ഒരു വെടിനിർത്തൽ വേണ്ടിയിരുന്നത് എല്ലാവർക്കും ബോധ്യമായി. അമേരിക്കയുടെ മധ്യസ്ഥത ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എക്കാലത്തും പാകിസ്ഥാനുമായി ചർച്ച ചെയ്യുന്നത് ഉഭയകക്ഷിപരമായിരിക്കും. അത് ഇനി ഒരു ചർച്ച നടത്തണമെങ്കിൽ അത് കശ്മീർ വിഷയത്തിൽ മാത്രമായിരിക്കും, ഭീകരവാദ വിഷയത്തിൽ മാത്രമായിരിക്കുമെന്ന് പറയുന്നു. കൂടാതെ ഈ കശ്മീർ POK ഇന്ത്യക്ക് തിരികെ നൽകുക, ഈ വിഷയത്തിൽ വേണമെങ്കിൽ ചർച്ചയാകാമെന്ന് വിദേശകാര്യമന്ത്രി പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണ് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ആ തീരുമാനം അത് അങ്ങനെ തന്നെ തുടരും, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് വരെ. യെസ്, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി തുടരും. പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പാകിസ്ഥാനോട് ആവർത്തിച്ച് പറയുകയാണ് ഇന്ത്യ. അത് പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാൻ രേഖാമൂലം ഔദ്യോഗികമായി ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ നടക്കില്ല എന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കുന്നു. അതുപോലെ ഈ വെടിനിർത്തൽ ധാരണയിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോഴാണ് അത്തരമൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇത് ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച എന്ന് വെച്ചാൽ പാകിസ്ഥാനാണ് ഇത് ആവശ്യപ്പെട്ടത്, അതനുസരിച്ചാണ് ഇന്ത്യ തുടർ നടപടികൾ എടുത്തത് എന്നും വിദേശകാര്യമന്ത്രി വ്യക്തമായ ഭാഷയിൽ തന്നെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അജീഷ് ജയകുമാർ ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.